ഈരാറ്റുപേട്ട നഗരസഭാ പരിധിയിൽ തെരുവുനായകളുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അവയെ സുരക്ഷിതമായി പിടികൂടുന്നതിനായുള്ള ഉപകരണങ്ങൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ടീം റെസ്ക്യൂ ഫോഴ്സ് കേരളയ്ക്ക് കൈമാറി. ഈരാറ്റുപേട്ട നഗരസഭാ കാര്യാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസറിൽ നിന്ന് ഉപകരണങ്ങൾ ടീം അംഗങ്ങൾ ഏറ്റുവാങ്ങി. ടീം റെസ്ക്യൂ ഫോഴ്സ് കേരള പ്രസിഡന്റ് നൌഷാദ് വെള്ളൂപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി ആരിഫ് വാഴയിൽ, ട്രഷറർ മുഹമ്മദ് യാസർ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങിയത്. നഗരസഭാ ജനപ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി പിടികൂടുന്ന നായകളെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കുന്നതിനും വന്ധ്യംകരണ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ആവശ്യമായ നടപടികൾ ടീം റെസ്ക്യൂ ഫോഴ്സിന്റെ സഹകരണത്തോടെ നഗരസഭ തുടർന്നും സ്വീകരിക്കും. നമ്മുടെ ടീം റെസ്ക്യൂ ഫോഴ്സിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട നൌഷാദും, സെക്രട്ടറി പ്രിയപ്പെട്ട ആരിഫും, റെസ്ക്യൂ ഫോഴ്സിന്റെ പ്രിയപ്പെട്ട മറ്റ് ഭാരവാഹികളും പ്രവർത്തകരുമാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. സർക്കാർ സംവിധാനത്തിൽ അപകടകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ വെടിവെച്ച് കൊല്ലാൻ സുപ്രീം രീതി വന്നിട്ടുണ്ടെങ്കിലും സർക്കാരിൻ്റെ തീരുമാനത്തിൽ ആ തെരുവ് നായ്ക്കളെ പിടിച്ച് പാർപ്പിച്ച് വന്ധ്യീകരണം ചെയ്ത്, അതായത് നാട്ടിൽ തെരുവ് നായ്ക്കൾ പെറ്റുവരുകാതെ അതിനെ വന്ധ്യീകരണം ചെയ്ത് ആ ഒരു നടപടിയാണ് സർക്കാർ ചെയ്തു വരുന്നത്. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈരാറ്റുപേട്ട നഗരസഭ പ്രാഥമികമായി ചെയ്യുകയാണ്. തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഷെൽട്ടർ, അതിൻ്റെ കേജ് നിർമ്മാണവും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ടീം റെസ്ക്യൂ ഫോഴ്സ് നമ്മോട് സഹകരിച്ച്, നഗരസഭയുമായി സഹകരിച്ച് അലഞ്ഞു നടക്കുന്ന അപകടകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ പിടിച്ച് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം നമ്മളിവിടെ നഗരസഭയുടെ വകയായി തയ്യാറാക്കുന്നത് ഇന്ന് ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. അടുത്ത ദിവസം മുതൽ വളരെ പെട്ടെന്നല്ല, ഘട്ടഘട്ടമായി നമുക്ക് ആ ഒരു പ്രോസസ്സ് നടത്താം. എല്ലാവരും പൂർണ്ണമായി ഈ കാര്യത്തിൽ സഹകരിക്കുക. പ്രത്യേകിച്ചും ഇന്ന് ഈ ഒരു എക്യുപ്മെൻറ്റ്സ് വിതരണം ചെയ്യുന്നതോടുകൂടി നാളെ മുതൽ ഈരാറ്റുപേട്ടയിലെ മുഴുവൻ തെരുവ് നായ്ക്കൾ അപ്രത്യക്ഷമാകുന്നുള്ളതല്ല, മുഴുവൻ പലയിടത്തും നായ്ക്കൾ ഉണ്ട്. ഘട്ടഘട്ടമായി നമുക്ക് അതിനെ നീക്കം ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ചെയ്യാം. നഗരസഭയും അത്തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും ഏർപ്പെടാമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു.